ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. Q&A ആണ്. ഓൾറെഡി എനിക്ക് തോന്നുന്നു ജൂണിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറയാൻ റെഡിയാണെന്ന്. ഞാൻ വിചാരിച്ചു എല്ലാം പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയുമായിരിക്കും, അങ്ങനെ വലിയ സീനൊന്നും ഉണ്ടാകത്തില്ല, ബേബി വന്നു കഴിഞ്ഞാൽ വലിയ ഹെക്റ്റിക്കൊന്നും ആയിരിക്കത്തില്ല. ഇവിടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഹരിയുണ്ട്, ശ്രീയുണ്ട്, അപ്പം എല്ലാവരും ടേക്ക് കെയർ ചെയ്യുമ്പോൾ എനിക്ക് കുറേ സമയം കിട്ടുമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല സിറ്റുവേഷൻ. കുഞ്ഞാവ, നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ നേരവും കുത്തിയിരിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ഈവൻ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു ആവശ്യകത അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ഇത്രയും ലോങ് വീഡിയോ എനിക്ക് എടുക്കാനുള്ളൊരു ത്രാണിയും അതേപോലെ തന്നെ സമയം ഉണ്ടായില്ല. അതുകൊണ്ട് ഇത്രയും ഡിലേ ആയിട്ടോ. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത് ഓഫ് കോഴ്സ് Q&A ആണ്. നിങ്ങൾ തമ്മിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ട്, അതായത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇതേപോലെ തന്നെ ഒരു ദിവസം ഞാൻ Q&A പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തും നമ്മുടെ ഇൻസ്റ്റഗ്രാം, നമ്മുടെ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും രണ്ടിലും ചോദിച്ച ചോദ്യങ്ങൾ ഒരുമിച്ച് ഞാൻ എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ പേരെന്താണ്, ഏത് ഹോസ്പിറ്റലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്, ബേബി ഗേൾ ആണോ ബേബി ബോയ് ആണോ, പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്, ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ അവിടെ പേര് വന്നിട്ട് നില ഹരികൃഷ്ണൻ എന്നാണ്, ബേബി ഗേൾ ആണ്. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഹോസ്പിറ്റൽ വന്നിട്ട് മാട്രിയ ഹോസ്പിറ്റലാണ്, കാലിക്കറ്റ് തൊണ്ടയാട്. മിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും, എക്സ്ക്ലൂസീവ്ലി ഇങ്ങനത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. ഞാൻ 7 മാസം വരെയും ഇവിടെ നാട്ടിലുള്ളൊരു ക്ലിനിക്കിലായിരുന്നു കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഇതേപോലെ മാട്രിയ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത്. ഈ ക്ലിനിക്കിൽ നമുക്ക് നല്ല ഡോക്ടറായിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഡോക്ടറെ തന്നെ എനിക്ക് പ്രസവിക്കണം എന്നായിരുന്നു. പക്ഷേങ്കിൽ ഹോസ്പിറ്റൽ അവിടെ ഞാൻ പോയി കാണിച്ചിട്ടുണ്ടായിരുന്ന ഹോസ്പിറ്റൽ, ആ ക്ലിനിക്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും വേറെ ഹോസ്പിറ്റൽ മാറ്റി കാണിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മാട്രിയ പോയത്. മാട്രിയ പോയപ്പോൾ എനിക്ക് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ എന്താ പറയുക, ഭയങ്കര ഒരു അപ്രോച്ചായിരുന്നു. നമ്മൾ ചില ഹോസ്പിറ്റലിൽ എനിക്ക് എന്താ പറയുക, ഭയങ്കര പേടിയാണ് ഇങ്ങനത്തെ കാര്യം. ചെറിയ മുറിവ് വന്നാൽ തന്നെ ഓവറായിട്ട് ടെൻഷൻ എടുക്കുന്ന ഒരാളാണ്. ചെറിയ മുറിവൊന്നും വേണ്ട, എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി. ഞാൻ ആവശ്യത്തിനും അനാവശ്യത്തിനും കുറേ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആവുന്ന ഒരു സ്ഥലം വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് മാട്രിയ. സപ്പോസ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോവാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതാണ് കേട്ടോ. എൻ്റെ മാത്രം എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓരോരുത്തർ ഓരോന്നായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് ഇതായിരുന്നു. ഇനി അടുത്ത കോമൺ ആയിട്ട് ചോദിച്ചേക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ കെയർ റുട്ടീനാണ്. ആഫ്റ്റർ പ്രഗ്നൻസി സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയാണ്, സ്കിൻ ടേക്ക് കെയർ ചെയ്യാനുള്ള സമയമുണ്ടോ എന്നൊക്കെ. ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ പ്രഗ്നൻസിക്ക് ശേഷം ഇനീഷ്യൽ സ്റ്റേജിൽ പ്രസവമൊക്കെ കഴിഞ്ഞു, ദ വെരി നെക്സ്റ്റ് വീക്കൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, അതിനുള്ള മനസ്സും ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ വേറെ ഏതോ ലോകത്തായിരുന്നു. കിളിയൊക്കെ പറന്നിരിക്കുകയായിരുന്നു. ശരിക്കും കിളി പറക്കാന്നൊക്കെ പറയത്തില്ലേ, ഞാൻ ശരിക്കും കിളി പറന്നിരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഒന്നാമത് നമ്മളുടെ എന്താ പറയുക, ഹോൾ പ്രഗ്നൻസിക്ക് ശേഷം ഞാൻ ഭയങ്കര സ്ട്രെസ്ഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഫേസിലൊക്കെ ആകെ മൊത്തം അത് ഇത് പിഗ്മെൻറ്റേഷൻ, ഡള്ള്, പിമ്പിൾ മാർക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ഇല്ലാത്തുണ്ടായില്ല, എല്ലാം ഉണ്ടായിരുന്നു. അവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒന്നാമത് ഹോർമോണൽ ചേഞ്ച് കാര്യങ്ങളെല്ലാം കൊണ്ടും അവസ്ഥയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എന്താ പറയുക, അവയുടെ 28 കഴിഞ്ഞ ശേഷമാണ് ഞാൻ സ്കിൻ കെയറിലോട്ടേക്ക് ഇറങ്ങിയത്, പ്രോപ്പറായിട്ട് ഇറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അതിനിടയ്ക്ക് ഞാൻ ഇൻ ബിറ്റ്വീൻ ഞാൻ ചെയ്യുമായിരുന്നു നമ്മൾ മോയ്സ്ചറൈസർ, അങ്ങനത്തെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് അതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡള്ളായിട്ട് പിഗ്മെന്റഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു വൈറ്റമിൻ സി സീറം ആയിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന, പ്ലമ്മിൻ്റെ. അതാണ് ഈ ഐറ്റം, പ്ലമ്മിൻ്റെ കലൻഡുല ആൻഡ് 10% വൈറ്റമിൻ സി ബാരിയർ ബൂസ്റ്റിംഗ് പ്ലസ് ഗ്ലോ സീറം ആണ്. ഇതിനകത്ത് സെറമൈഡ്സ് ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, നിയാസിനമൈഡ് ഉണ്ട്. നന്നായിട്ട് സ്കിന്നിൻ്റെ ആ ഒരു നാച്ചുറൽ ഗ്ലോ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഡള്ളായിട്ട് ഒരുമാതിരി ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫേസ് വാഷ് ചെയ്യും, കുറച്ച് പ്രോഡക്റ്റ് എടുക്കും, ഒരു 3 to 4 ഡ്രോപ്സ് അല്ലെങ്കിൽ 4 to 5 ഡ്രോപ്സ് എടുക്കും, നന്നായിട്ട് കയ്യിലാക്കിയിട്ട് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വിടും. ഇതിന് നന്നായിട്ട് അബ്സോർപ്ഷൻ കിട്ടണമെങ്കിൽ ആദ്യം തന്നെ ഇനീഷ്യലി കുറച്ച് ടോണറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. പിന്നെ ഞാൻ എവിടെയും പോകാത്തതുകൊണ്ട് SPF ഒന്നും ആ ഒരു സമയത്തൊന്നും എപ്പോഴും ഒന്നും അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നില്ല. എന്നാലും അത്യാവശ്യത്തിന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഞാൻ സ്ഥിരമായിട്ടൊന്നുമില്ല എന്നാലും തോന്നിക്കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുമായിരുന്നു. ഇതാണ് എൻ്റെ കണ്ടിന്യൂസ് റുട്ടീൻ. ആൻഡ് ഈ ഒരു വൈറ്റമിൻ സി സീറം വന്നിട്ട് പെട്ടെന്ന് തന്നെ സ്കിന്നിൽ പെനിട്രേറ്റ് ചെയ്യും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, മാത്രമല്ല ഒട്ടും സ്റ്റിക്കി ആ ഒരു ഫോമുലയൊന്നുമല്ല. അപ്ലൈ ചെയ്തതുപോലെ നമുക്കറിയത്തില്ല. ആൻഡ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞ പോലെ ഹൈലറോണിക് ആസിഡ്, നിയാസിനമൈഡ്, അതേപോലെ തന്നെ വൈറ്റമിൻ സി, ഇതിൻ്റെ ഒക്കെ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ
നമ്മുടെ ഫേസിൽ ഡള്ളായിട്ട് അല്ലെങ്കിൽ പിഗ്മെന്റഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. സപ്പോസ് എനിക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. മാത്രമല്ല എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ചെക്കൗട്ട് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് നമ്മളിപ്പം ആൻഡ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഏതൊരു പ്രോഡക്റ്റും നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ബിഫോർ ദാറ്റ് പാച്ച് ടെസ്റ്റ് ചെയ്യുക. ഏതൊരു പുതിയ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും പാച്ച് ടെസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി അടുത്ത കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇൻ ടോട്ടൽ ഞാൻ എല്ലാം കൂടി ഇനി ഒരുമിച്ച് അങ്ങോട്ട് പറയാം, കഥ പോലെ അങ്ങ് പറഞ്ഞു പോവാം. അപ്പോൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ഡേറ്റ് പറയുകയാണെങ്കിൽ അതിനേക്കാൾ മുമ്പ് ഓക്കെ, ഞാൻ ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്യാം. May 18th ഞാൻ കാണിക്കാൻ വേണ്ടി പോയി. അതായത് നമ്മൾ ഇനി അന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് തരും എപ്പോഴാണെന്നുള്ളത്. അപ്പം ഓൾറെഡി സ്കാൻ വെച്ച് നോക്കുമ്പോഴേലും June 1st വീക്കാണ് വരിക. പക്ഷേ നമ്മൾ ഡോക്ടർ PV ചെയ്ത് നോക്കിയിട്ടായിരിക്കുമല്ലോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അപ്പോൾ ഓൾറെഡി അന്ന് പോയപ്പോഴേലും 18th ഞങ്ങൾ പോയപ്പോഴേലും ഞങ്ങളടുത്ത് പറഞ്ഞു 29th ഒക്കെ ആവും, എന്തായാലും ആ ലാസ്റ്റൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ഓക്കെ, ഇതാണ് സപ്പോസ് എന്തെങ്കിലും എമർജൻസി കേസിൽ വാട്ടർ ബ്രേക്കോ അല്ലെങ്കിൽ വേദന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മെല്ലെ വന്നാൽ മതി എന്നുള്ള കാര്യം. അതായത് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ, റോഡ് പണിയുള്ളത് കൊണ്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 1.5-2 മണിക്കൂർ എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് PV ചെയ്തിട്ടുണ്ടായിരുന്നു. PV ചെയ്തപ്പോൾ എനിക്ക് ഓൾറെഡി നല്ല പേടിയുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായി. അപ്പോൾ നെക്സ്റ്റ് ഡേ ഒക്കെ ആയപ്പോഴേലും രാവിലെ ആയപ്പോൾ ഓൾമോസ്റ്റ് പീരീഡ്സിൻ്റെ പെയിൻ പോലെ ഏകദേശം ഓൺ ഓഫ് ആയിട്ട് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള പെയിനിൽ ചെറിയ രീതിയിൽ. അപ്പോൾ ഓൾറെഡി കല്യാണി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ മൈൻഡിലുണ്ട്. കല്യാണി ചേച്ചി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, വേറെ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് മോളെ വേദന ഇങ്ങനെയാണ് ഉണ്ടാവുക, നമുക്ക് പീരീഡ്സ് ആകുമ്പോൾ എന്താണോ പെയിൻ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടി വരും. അത് ഓൺ ആൻഡ് ഓഫ്, അതായത് നമുക്ക് കുറച്ച് നേരം പെയിൻ ഉണ്ടാവും, പിന്നെ പെയിൻ ഉണ്ടാവില്ല, പിന്നെ പെയിൻ വരും, അങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള പറഞ്ഞിട്ടുണ്ടായി. പക്ഷെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പോയിട്ട് PV ചെയ്തുകൊണ്ട് എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു ഇത് PV ചെയ്തതിൻ്റെ ആയിരിക്കത്തില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര പെയിനൊന്നുമില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതായത് ഒരു 4-5 മണിക്കൂറിൽ ഇങ്ങനെ വന്നു പോകുന്നു അങ്ങനെ ഉണ്ടായുള്ളൂ. അന്നാണെങ്കിൽ എവിടെ നിന്നില്ലാത്തൊരു തിരക്കും എനിക്ക്. ഞാൻ ഇങ്ങനെ അവിടെ പോയി, ഹരി ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നന്നായിട്ട് ട്രാവൽ ചെയ്തു. ഞാൻ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി, സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേലും ശ്രീനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയി. ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 12 മണിക്ക് ആയപ്പോഴേലും എനിക്ക് ഓട്ടോ ബ്രേക്ക് ആയപ്പോഴേലും ഞാൻ ഭയങ്കര പാനിക്കാണ്. എനിക്ക് ഇച്ചിരോണ്ട് സാധനം മതി ഞാൻ ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പാനിക്കായി ആകെ മൊത്തം കയ്യിൽ നിന്ന് പോയി. അപ്പോഴേലും പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റൽ ഓൾറെഡി ഞാൻ ബാക്ക് പാക്കിംഗ് വീഡിയോന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാണിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 29-നാണല്ലോ ഡേറ്റ്, ഒരുപാട് സമയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 25-നൊക്കെ ഷൂട്ട് ചെയ്യാം, ആ ടൈമൊക്കെ ആകുമ്പോഴേലും എഡിറ്റ് ചെയ്തിടാന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ വാവയുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നും പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വാരിയൊക്കെ എടുത്തു, എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ മെല്ലെ പോയി. രാത്രി ആയതുകൊണ്ട് എന്തോ ഭാഗ്യം വലിയ ട്രാഫിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, മഴയും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലെത്തിയപ്പോഴേലും ഇതേപോലെ ആ ഒരു ടൈം വാട്ടർ ബ്രേക്ക് ആയതിനു ശേഷം എനിക്ക് ഈ ഇൻറ്റൻസിറ്റി കൂടി വരാൻ വേണ്ടി തുടങ്ങി. നല്ല രീതിയിൽ പെയിൻ വരാൻ വേണ്ടി തുടങ്ങി. ഇതുപോലെ ഒരു ഓൺ ഓഫ്, അതായത് ഒരു കുറച്ച് നേരം പെയിൻ ഉണ്ടാവും, പിന്നെ കുറച്ച് നേരം ഉണ്ടാകത്തില്ല, പിന്നെ അടുത്ത പെയിൻ വരുമ്പോഴേലും കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള പീരീഡ്സിൻ്റെ പെയിൻ ആയിരിക്കും. അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിലെത്തി, അവരവിടെ ചെക്ക് ചെയ്തു. അപ്പോഴേലും പെയിൻ ഉണ്ട്, ഓക്കെ നമുക്ക് മരുന്ന് തന്നു, പെയിൻ അധികമാവാനുള്ള മരുന്ന് തന്നു. അത് കഴിഞ്ഞപ്പോഴേലും വാട്ടർ ബ്രേക്കാന്ന് പറഞ്ഞപ്പോഴേലും നോക്കാം, നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് രാവിലെ 2 മണി തൊട്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് PV എനിക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല, അത്രയും പെയിൻഫുൾ പ്രോസസ്സായിരുന്നു. ഞാനൊരു 4-5 PV ഒക്കെ കഴിഞ്ഞപ്പോഴേലും ഞാൻ അലറി കൂവാൻ തുടങ്ങി, അയ്യോ എന്നെ വിട്ടേക്ക്. എനിക്ക് മാനസികമായിട്ട് മൊത്തത്തിൽ ഞാൻ തളർന്നു. കാര്യം ഞാൻ 20 സെക്കൻഡിന് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഞാൻ വിചാരിച്ചു 29-നാണല്ലോ, അപ്പോഴേലും മനസ്സൊക്കെ ഓക്കെ പ്രസവിക്കാൻ പോവാണ്, നല്ല പെയിൻ ഉണ്ടാവും മോളെ, സെറ്റ് ആയിക്കോ റെഡി ആയിക്കോ എന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിനൊന്നുള്ള സാവകാശ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. എനിക്കിത് താങ്ങാൻ വേണ്ടി പറ്റുമോ, എന്താ എങ്ങനെയാന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടായി. അതിൻ്റെ കൂടെ PVയും കൂടി ചെയ്തപ്പോഴേലും എൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് പിന്നെ ഉള്ളൊരു ആശ്വാസം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ പറഞ്ഞതുപോലെ അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ ആരൊക്കെയാണോ നമ്മളുടെ റൂമിൽ വേണ്ടത് അവരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതൊരു ആശ്വാസമായിരുന്നു. എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇപ്പം എൻ്റെ ടെൻഷൻ ഓവറായിട്ട് കാണുമ്പോഴേലും അവരില്ല ഇതൊന്നുമില്ല ഇതൊക്കെ എന്തെന്ന് പറയുമ്പോൾ എനിക്ക് അതും ടെൻഷനാണ്. അയ്യോ നിങ്ങൾ പൊക്കോ, ആ ഒരു രീതിയിലായിരുന്നു. ആരും വേണ്ട, ഞാൻ കാമായിട്ടിരുന്നോളാം, അല്ലെങ്കിൽ എൻ്റെ ടെൻഷൻ എനിക്ക് അവരെ കാണിക്കാനും ഒരു പേടി, അവർ ടെൻഷൻ അടിക്കുമെന്നുള്ള പേടി, അതുകൊണ്ട് അത് വേറെ സൈഡിൽ. അപ്പോൾ ഒരു 4 PV ഒക്കെ കഴിഞ്ഞപ്പോഴേലും അവർക്ക് മനസ്സിലായി. അവർ ഫസ്റ്റ് ഇനീഷ്യൽ PVയിൽ തന്നെ അവർ
അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഈ മഷി ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ അത് കൺഫേം ചെയ്യാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് ഒരു 8-9 മണിയൊക്കെ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് PV ചെയ്തപ്പോൾ അവർ എമർജൻസിയിൽ സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ അതിൻ്റെ ആ ഫസ്റ്റ് PV തന്നെ ഞാൻ പറയാൻ വേണ്ടി തുടങ്ങി, അയ്യോ എനിക്ക് സുഖപ്രസവം വേണ്ട, എന്നാൽ സെക്ഷൻ ചെയ്തു, ഞാൻ എന്നെ കൊണ്ടുപോക്കും, എനിക്ക് വയ്യ, ഈ പെയിൻ താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത്. എനിക്കാണ് നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ വേണ്ടി പറ്റില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു കിടന്നുറങ്ങിക്കോ, കുഴപ്പമില്ല. ഞാൻ ഈ പെയിനെ വെച്ചിട്ട് എങ്ങനെ ഉറങ്ങാനാ? ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള പെയിനായിരുന്നു. ഞാൻ ആരും പ്രസവിക്കാൻ പോകുന്ന ആൾക്കാരെ പറഞ്ഞു പേടിപ്പിക്കല്ല കേട്ടോ, നിങ്ങളുടെ എങ്ങനെയായിരിക്കണം എന്നില്ല, എൻ്റെ എങ്ങനെയാണ്. എനിക്ക് ഇച്ചിരി കൊണ്ട് മുറിവുണ്ടെങ്കിൽ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളെ, എനിക്ക് തീരെ പെയിന് താങ്ങാൻ പറ്റാത്ത ഒരാളാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ അലറി കൂവാൻ വേണ്ടി തുടങ്ങി സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് PV ഒക്കെ എത്തിയപ്പോഴേലും ഞാൻ അയ്യോ എന്നെയും കൊണ്ട് സത്യമായിട്ടും പറ്റത്തില്ല. പിന്നെ മാത്രമല്ല കുഞ്ഞുവാവ പുറത്തോട്ടേക്ക് വരുന്നുണ്ടായില്ല, ഈ പെയിന് കൂടുന്നതെന്നല്ലാതെ. ഞാൻ ചോദിച്ചപ്പോഴേലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് മണിക്കൂറൊക്കെ എടുക്കും, ചില ആൾക്കാർക്ക് 1-2 ദിവസം വരെ എടുത്ത ആൾക്കാരുണ്ട്. അതും കൂടെ കേട്ടപ്പോഴേലും എനിക്ക് ഉള്ളതിലും ഇളി. അപ്പോൾ ലാസ്റ്റ് PV ചെയ്ത് സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ആശ്വാസമായി. അവർ ഭയങ്കര ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേലും ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പെയിൻ അനുഭവിക്കേണ്ടല്ലോ, ഈ പെയിൻ എന്നെയും കൊണ്ട് താങ്ങാനേ പറ്റത്തില്ല. അത് കഴിഞ്ഞ് സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ നിന്ന് ഒപ്പൊക്കെ ഇടിപ്പിച്ചിട്ട്, വീട്ടുകാരുടെ നിന്ന് ഹരിയടുത്തൊക്കെ ഒപ്പൊക്കെ ഇടിപ്പിച്ചിട്ട് കൊണ്ടുപോകുമ്പോഴേലും എനിക്കുള്ളതിലും ടെൻഷൻ. അയ്യോ എന്താണ് ഇനി നടക്കാൻ വേണ്ടി പോണത്, ആകെ മൊത്തം ഒരു ടെൻഷനൊക്കെ ആയി. അവിടെ എത്തി റൂം കണ്ടപ്പോഴേലും കിളി മൊത്തത്തിൽ പറയും. ഞാൻ എന്താ പറയുക, എനിക്ക് ഈ സാധനങ്ങളും നമ്മുടെ കയ്യിൽ ഓരോ സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റാനും കുറേ കയ്യിലൊക്കെ, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, കുത്തിക്കയറ്റിയപ്പോഴേലും എനിക്ക് ആകെ മൊത്തം കിളി പോയി. പിന്നെ അവിടെ കിടത്തി നല്ല തണുപ്പായിരുന്നു. ഞാനാണെങ്കിൽ പെയിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേലും എനിക്കൊരു തുണിയൊക്കെ കൊണ്ടുവന്നു, നന്നായിട്ട് പൊത്തി തന്നു. ഇൻ ബിറ്റ്വീൻ സ്പൈനൽ കോഡിൽ ഇഞ്ചക്ഷൻ വെക്കുമ്പോഴേലും ഞാൻ ഓൾറെഡി ഇങ്ങനെ എനിക്ക് പെയിന് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഈ സുഖപ്രസവം ആ ഒരു പീരീഡ്സിൻ്റെ പെയിൻ പോലത്തെ പെയിൻ വരുന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ പെയിൻ ഇല്ലാത്തപ്പോഴും ഇത് കുത്താണ്ടിരിക്കും. എനിക്ക് ഇഞ്ചക്ഷൻ പേടിച്ചിട്ട് ഞാൻ അയ്യോ കുത്തല്ലേ, ഒറ്റമിട്ട് പെയിൻ പൊക്കോട്ടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും, ഞാൻ മനസ്സിനെ ഇങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക. തിരിച്ചു അയ്യോ ഒറ്റ മിനിറ്റ് ഞാൻ ഇതും കൂടി കഴിഞ്ഞിട്ട് കുത്താം. അങ്ങനെ ഞാൻ അവരെ കൊണ്ട് ഒത്തിരി കളിപ്പിച്ചു. അവർക്ക് നല്ല ക്ഷമയുള്ള ആൾക്കാരായതുകൊണ്ട് എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് സ്പൈനൽ കോഡിൽ ഇതേപോലെ ഇഞ്ചക്ഷൻ വെച്ചു. പിന്നെ നല്ല സുഖമായിരുന്നു, ഒന്നും അറിയേണ്ട വന്നിട്ടില്ല ആ സമയത്ത്. എനിക്കൊന്നും അറിയേണ്ട വന്നിട്ടില്ല, ഇങ്ങനെ തരിച്ചു പോയി. അപ്പോഴാണ് എനിക്കൊന്ന് ആശ്വാസം, ഈ പെയിനൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേലും എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഡോക്ടറൊക്കെ, ഞാൻ പിന്നെ എന്താ സംഭവിച്ചതെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത്. അതായത് താഴെയൊക്കെ അവർ ക്ലീൻ ചെയ്ത് നമുക്ക് മുറിക്കുന്നതും അതും ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഞാൻ ആകെ മൊത്തം കുറച്ച് നേരം കിടന്നുറങ്ങുമ്പോഴേലും അവിടെ നിന്ന് ഇറ്റ്സ് എ ബേബി ഗേൾ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. നമ്മൾ സാധാരണ സിനിമയിലൊക്കെ കാണുമല്ലോ, എടുത്ത് നെഞ്ചത്തിട്ടായിരുന്നു കാണിച്ചിരുന്നു ഇതാണ് വാവാന്ന്, അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാനിങ്ങനെ ഉറക്കത്തിൽ ഞാൻ കേൾക്കുന്നുണ്ട് ഇറ്റ്സ് എ ബേബി ഗേൾ. അപ്പോൾ ഞാൻ ഓൾറെഡി മനസ്സിൽ ഫസ്റ്റ് ഡേ തൊട്ടിട്ട്, അതായത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ആ ഒരു നിമിഷം തൊട്ടിട്ട് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഇതൊരു ബേബി ഗേൾ ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാര്യം ഇനി ബേബി ബോയ് വന്നു കഴിഞ്ഞാൽ അവന് വിഷമാവും, ഞാനിങ്ങനെ വിചാരിച്ചിട്ട് ആ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കേട്ടപ്പോഴേലും ഭയങ്കര സന്തോഷമായി. അപ്പോൾ തിരിച്ച് ഉറങ്ങാമെന്ന് വിചാരിച്ച് പോയപ്പോഴേലും എൻ്റെ മനസ്സിൽ അടുത്ത കൺഫ്യൂഷൻ, ഈസ് ഇറ്റ് എ ബേബി ഗേൾ എന്നാണോ പറഞ്ഞത് അല്ലെങ്കിൽ ഇറ്റ്സ് എ ബേബി ഗേൾ എന്നാണോ പറഞ്ഞത്? എനിക്ക് ഈസ് ഇറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഏതാണ് പറഞ്ഞതെന്നുള്ള കൺഫ്യൂഷനായി. പിന്നെ അത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി തുടങ്ങി. എനിക്കാണെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് വാ തുറക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ എപ്പോഴൊക്കെയോ ഉറങ്ങിപ്പോയി. പിന്നെ എന്നെ കുറേ കഴിഞ്ഞപ്പോഴേലും വിളിച്ചുണർത്തി എല്ലാം കഴിഞ്ഞു. അപ്പോഴേലും ഓക്കെ നോക്കുമ്പോഴേലും നോർമൽ. അതിനേക്കാളും മുൻപ് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ഷട്ടർ പോലെ ഒരു സാധനം ഇട്ടിട്ടുണ്ടായി, അവിടെ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ റിമൂവ് ചെയ്തെല്ലാം കഴിഞ്ഞ് എന്നെ അതായത് നമ്മളുടെ റൂമിലല്ലാതെ വേറൊരു ഏരിയയിലേക്ക് കൊണ്ടുപോവാണോ, ഇത്ര മണിക്കൂർ അവർ നോക്കുമല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവനെ ഫസ്റ്റ് ഫീഡിന് വേണ്ടി കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഏതാണ്, മൊത്തത്തിൽ പൊതിഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഗേൾ ആണോ ബോയ് ആണോ. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ പറഞ്ഞില്ലേ ബേബി ഗേളാണ്. ഓക്കെ ബേബി ഗേളാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ എനിക്കാണെങ്കിൽ മൊത്തം ടെൻഷൻ. എനിക്ക് ഈ മരുന്നൊക്കെ ശരീരത്തിലുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ആഹാ സുഖമുള്ള പരിപാടിയാണല്ലോ. മറ്റേത് ഭയങ്കര വേദനയാണെന്നുള്ള ഒരു രീതിയിലായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് റൂമിൽ പോയാൽ മതി. അപ്പം എൻ്റെ അടുത്തോടെ വെയിറ്റ് ചെയ്യൂ പോവാം. അപ്പോഴേലും ഡോക്ടർ വന്നു കണ്ടു. ഓൾമോസ്റ്റ് ഒരു 9 രാവിലെ എങ്ങാനും പ്രസവം കഴിഞ്ഞിട്ട് രാത്രി 9-10 മണിയൊക്കെ ആയി ഞാൻ തിരിച്ച് റൂമിൽ റൂമിൽ പോയി ഞാൻ എല്ലാവരും കണ്ടപ്പോഴേലും എനിക്കൊന്ന് ആശ്വാസമായി. ഓക്കെ സമാധാനമായി. അത് കഴിഞ്ഞ് വാവനെ കുറച്ച് കഴിഞ്ഞപ്പോഴേലും കൊണ്ടുവന്നപ്പോഴേലും ഞാൻ
നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. ഓക്കെ, ആ ഓരോരോ മൂഡിലോട്ടേക്ക് പോയി. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേലും എനിക്ക് പെയിൻ വരാൻ വേണ്ടി തുടങ്ങിയപ്പോൾ, അതായത് നമ്മുടെ ഈ മരുന്നൊക്കെ ശരീരത്തിലുള്ളത് ഇറങ്ങി തുടങ്ങുമ്പോഴേലും പെയിൻ വരുമല്ലോ. പിന്നെ ഓൾറെഡി ഞാൻ നടക്കുന്നില്ല, കിടന്നിട്ടാണുള്ളത്. എന്നാൽ പോലും ഒന്ന് കുറച്ച് മേലോട്ടേക്ക് കയറി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഒന്നുമില്ല, ഭയങ്കര ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. ഫീഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇരിക്കണമല്ലോ. അപ്പോൾ അതിനിടയിൽ വാവേൻ്റെ കരച്ചിൽ കഴിയുമ്പം ഞാൻ ഉള്ളതിൽ ടെൻഷനാവും. എന്തിനാണാവോ കരയുന്നത്, എന്താണ് പ്രശ്നം, കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റേഴ്സൊക്കെ വരും, വാവയുടെ പാമ്പേഴ്സ് കാര്യങ്ങൾ, ഡയപ്പേഴ്സ് കാര്യങ്ങൾ മാറ്റും. അതേപോലെ വാവയുടെ കാര്യങ്ങളൊക്കെ അവർ വന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ടെൻഷൻ വലുതായിട്ടില്ല. എന്നാൽ പോലും എനിക്ക് എൻ്റെ പെയിനും കാര്യങ്ങളും പിന്നെ എന്തൊക്കെയോ ഒരു കിളി പോയൊരു അവസ്ഥയായിരുന്നു മൊത്തത്തിൽ. ഒരു 5 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത പണി കിട്ടി. ലൈക്ക് ഈ സി സെക്ഷൻ്റെ പെയിൻ എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നിപ്പിൾ ക്രാക്സ് ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഓൾമോസ്റ്റ് ഒരു 28 days എന്നൊക്കെ 28-30 days ഒക്കെ ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പ്രാവശ്യം വാവിക്ക് ഫീഡ് ചെയ്യുമ്പോഴും. അത് കഴിഞ്ഞ് ഒരു മെയിൻ വില്ലൻ ഒരു 10-ാം തീയതിയൊക്കെ, ഈ പ്രസവമൊക്കെ കഴിഞ്ഞ് 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേലും എൻ്റെ സ്റ്റിച്ച് തുറക്കാൻ വേണ്ടി തുടങ്ങി, സി സെക്ഷൻ്റെ സ്റ്റിച്ച്. അതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് അതിൻ്റെ മെറ്റീരിയൽ പറ്റത്തില്ല, ഉള്ളിലിടുന്ന മെറ്റീരിയൽ ആയിരിക്കത്തില്ല, പുറത്തിടുന്ന. എനിക്ക് ആ മെറ്റീരിയൽ അലർജി ആയിരുന്നു. അപ്പോൾ ആ മെറ്റീരിയൽ അലർജി ആയതുകൊണ്ട് എൻ്റെ സ്റ്റിച്ചിങ്ങിന് തുറന്ന് വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ തുറന്നു വന്നപ്പോൾ അതുള്ളതിലും ടെൻഷനായി. എന്താ കാര്യം, അവിടെ പോയി അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു, ആൻറ്റിബയോട്ടിക്സ് എടുത്തു, അതിന് റീസ്റ്റിച്ച് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഫുൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് വാവേനെ നോക്കണം. ഞാൻ മാനസികമായി ആകെ മൊത്തം കിളി പോയിട്ടിരിക്കുമായിരുന്നു. എന്നാൽ പോലും ഞാൻ ഓൾമോസ്റ്റ് എന്നെയും കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഇട്ടു. എനിക്ക് ആ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു ഒരു സൈഡിൽ. കാര്യം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഡ്രോപ്പ് ചെയ്ത് ചെയ്യാണ്ടിരിക്കുമ്പോഴേലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് ഇവിടം വരെ എത്തി. എനിക്ക് ആദ്യത്തെ ഇനീഷ്യൽ ഒരു 2.5 months, ഓൾമോസ്റ്റ് ഒരു 15-20 ദിവസമായതേ ഉണ്ടാവുള്ളൂ ഞാൻ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഈ ഒരു സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെട്ടിട്ട്. അതുവരെയ്ക്കും ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നില്ല. ഞാൻ എന്താ പറയുക, ഈ പെയിന് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഈ സ്റ്റിച്ച് ഓപ്പൺ ആയിട്ട് വരുന്നത്, ആകെ മൊത്തം പണി. കുഞ്ഞാവയ്ക്കാണെങ്കിൽ ഗ്യാസിൻ്റെ ഇഷ്യൂ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക്. എന്താ പറയുക, എപ്പോഴും കരച്ചിലും. നമ്മൾ ചില സമയത്തൊക്കെ എടുത്ത് ഹോസ്പിറ്റലൊക്കെ ഓടും കരഞ്ഞിട്ട്. അപ്പോൾ അവർ മരുന്ന് തന്നിട്ട് പറഞ്ഞു വിടുന്നു, നോർമലാണ്, കുഴപ്പമില്ല, തട്ടി വിട്ടാൽ മതിയെന്ന്. അങ്ങനെ ആകെ മൊത്തം എന്താ പറയുക, ഫുൾ പ്രോബ്ലമാറ്റിക് ആയിരുന്നു കുറച്ച് നാൾ. അവളുടെ കരച്ചിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പെയിന്, അതിൻ്റെ കൂട്ടത്തിൽ ഒറ്റ മനുഷ്യനുമില്ല. ആരെങ്കിലൊക്കെ ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനും അമ്മയും ഹരി ഉള്ളപ്പം ഹരിയും അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ ഹരിയും എൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പിന്നെ നമ്മൾ കുളിപ്പിക്കാൻ തൊട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ ആൾക്കാരും, നമ്മളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ ആളുടെ ആവശ്യമില്ല. അതായത് നമ്മളിപ്പം ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് പോവുകയാണെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് സർവൈവ് ചെയ്തിട്ട് വരാൻ വേണ്ടി പറ്റും. പക്ഷെ വീട്ടിൽ അങ്ങനെയല്ലല്ലോ. നമുക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം, അതിൻ്റെ കൂട്ടത്തിൽ വേറെ പല കാര്യങ്ങളും ചെയ്യണ്ടാവും, അവനെ നോക്കണം. അപ്പോൾ ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്യേണ്ട ഫേസിൽ പോലും എനിക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോഴാണ് നമുക്ക് റിയലായിട്ട് ആരൊക്കെ ഉണ്ടാവും, ആരൊക്കെ ഉണ്ടാവത്തില്ലെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ അതുവരെയ്ക്കും ഞാൻ ഓരോരുത്തരെ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ കൊടികുത്തി വാഴ്ത്തിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. റിയൽ ഫേസ് അല്ലെങ്കിൽ റിയാലിറ്റി എന്നെ ഹിറ്റ് ചെയ്തത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ പാർട്ട്ണറും പാരൻസും അതേപോലെ തന്നെ സിബ്ലിങ്സും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് എന്നുള്ളത്. അതൊരു ഭയങ്കര, ഈ ഒരു പെയിൻ്റെ കൂടെ ആ ഒരു റിയാലിറ്റി കൂടെ എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു കേട്ടോ. അതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് മെൻ്റലി എന്താ പറയുക, ഞാൻ വിചാരിച്ച ആൾക്കാരൊന്നും ഇങ്ങനെയല്ലല്ലോ, ആരും വന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു പെയിൻ, അതും എന്നെ വല്ലാതെ തളർത്തി എന്ന് വേണമെങ്കിൽ പറയാം. വിളിച്ചു നോക്കുന്നുണ്ടായി എല്ലാവരും, ഓക്കെ അല്ലേ എന്ന്. വിളിച്ചു നോക്കിയതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് വിളിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരാളുടെ സഹായം, നമ്മൾ ഇപ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ടായില്ല, ഇതിനേക്കാളും ഇവർ വരും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ വേറൊരു കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്യാതിരുന്നത്. ഓൾറെഡി ഇങ്ങനെ ഞങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റൂല, ഇതാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വേറൊരു ഓപ്ഷൻ നമ്മൾ നോക്കിയേനെ. അങ്ങനെ നോക്കാത്തത് കൊണ്ടും സ്വാഭാവികമായിട്ടും നാട്ടു നടപ്പ് ഇങ്ങനെ ആയതുകൊണ്ടും ഞാൻ വിചാരിച്ചു വരുമായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ടായി. അപ്പോൾ ടോട്ടൽ ഇഗ്നോറൻസ് ആയിരുന്നു. അങ്ങനെ ഒരാൾക്കാരില്ല, നമുക്ക് ഫോണിൽ വിളിച്ച് അന്വേഷിക്കാം, സുഖാണോ, ഓക്കെ സുഖമാണ്, അല്ലാതെ വേറെന്ത് പറയാനാണ്, വേറൊന്നും പറയാനില്ല. നമ്മളിവിടെ ഗോത്രൂ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊരു കുറ്റായിട്ടോ തെറ്റായിട്ടോ പറയുമല്ല,
എക്സ്പെക്ട് ചെയ്യരുത്. ഞാൻ പറയുവാണെങ്കിൽ ഇപ്പം പുതിയ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ല, അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു ഹ്യൂജ് മെസ്സേജ് അല്ലെങ്കിൽ സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളെ വിശ്വസിക്കരുത്. ഒരാളുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഒന്നും ചെയ്യാതിരിക്കുക. ഒരാളെ വെക്കാൻ വേണ്ടി പറ്റുമോ, അങ്ങനെ ഒരാളെ വെക്കുക. ഇല്ലെങ്കിൽ പാർട്ട്ണർ ഉണ്ടോ, പാർട്ട്ണറിൻ്റെ പാരൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് ഉണ്ടോ, അവരൊക്കെ കൂട്ടി നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. എനിക്കറിയാം, അപ്പോഴാണ് ഞാൻ ശരിക്കും ആലോചിച്ച് പാരൻസ് ഒന്നും കൂടെ ഇല്ലാത്ത ആൾക്കാർ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഗൾഫിലൊക്കെ പോയിട്ട് പ്രസവിക്കുന്ന ആൾക്കാരുടെ ഒക്കെ കാര്യം കഷ്ടമാണ് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ നമിച്ചേക്കുക. എങ്ങനെ സർവൈവ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ സർവൈവ് ചെയ്തു എന്നുള്ളത് എനിക്കറിയത്തില്ല. എനിക്കിവിടെ എൻ്റെ പാരൻസും സിബ്ലിങ്സും പാർട്ട്ണർ ഹരി കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, തിരിച്ച് അവൻ പോകേണ്ട വന്നു അവൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ എന്നാൽ പോലും അവൻ ഉള്ളപ്പോൾ എന്നെ പൊന്നുപോലെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ ഞാൻ പറയുവാണ്, വീട്ടുകാരെ കുടുംബക്കാരെ വിശ്വസിച്ചിട്ട് നമ്മുടെ പണ്ടത്തെ നാട്ടുനടപ്പുണ്ടാവുമല്ലോ, നമ്മൾ വേറെ ആൾക്കാർ പ്രസവിച്ചപ്പോൾ നമ്മൾ പോയി നിന്നിട്ടുണ്ടാവും, അവർ തിരിച്ച് വരും എന്നുള്ള പ്രതീക്ഷ വേണ്ട. അങ്ങനെ ആരും വരത്തില്ല. എല്ലാവർക്കും കാലം മാറി, ഇനി അതിൻ്റെ ആവശ്യമില്ല, ആരെയും ആവശ്യമില്ല. നമുക്ക് ഫോണിൽ വിളിച്ച് അന്വേഷിക്കാം. ശത്രുക്കൾ പോലും നമ്മളുടെ അടുത്ത് 100 പ്രാവശ്യം വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ആയിരിക്കും അവരും വിളിച്ച് അന്വേഷിക്കുക. അപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഞാൻ ആ ഒരു സാധനം എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ ഞാൻ ഓക്കെയാണ്, ആരടുത്തും പരിഭവവും ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്ന പ്രതിഷ്ഠയൊക്കെ ആകെ പൊട്ടിപ്പാളിസായി എന്നൊക്കെ പറയത്തില്ല, ആ ഒരു രീതിയിലുള്ള സാധനമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ആരടുത്തും ദേഷ്യം പിടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ വിചാരിക്കും ഈ ഇന്ന ആൾക്കാരൊക്കെ നമ്മുടെ കഷ്ടപ്പാടുകളിൽ എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിച്ച ആൾക്കാർ ഉണ്ടാവത്തില്ല. അതും ബാക്കിയുള്ള ആൾക്കാരെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ്. ജസ്റ്റ് കാണുമ്പോഴേ ഹായ് ബായ് പറയുന്ന റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നെനിക്ക് മനസ്സിലായിട്ടുള്ളൊരു സിറ്റുവേഷൻ മാത്രമാണ്. അല്ലാതെ ആരെയും ഞാൻ ബ്ലെയിം ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ അപ്പം എനിക്ക് ഈ ഒരു ഹോൾ ജേണിയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയും, ഒരാളെ നോക്കരുത്, ഇന്നയാൾ വരും അല്ലെങ്കിൽ ഇന്ന ആൾക്കാരുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കരുത്. നിങ്ങൾക്ക് ഈ നമ്മുടെ നാട്ടുകാർക്ക് വെച്ചിട്ട് നമ്മുടെ മനസ്സിലൊരു മൈൻഡിലൊരു തോട്ട് ഉണ്ടാവും, ഓക്കെ എന്തായാലും നമ്മൾ അങ്ങനെ ഉണ്ട്, അപ്പോൾ ഒരു വരികയും ആ സാധനം വേണ്ട. നിങ്ങൾ കാശ് കൊടുത്ത് ആരെങ്കിലും നിൽപ്പിക്കാൻ പറ്റുമെങ്കിൽ നിൽപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മെൻ്റലി ഫിസിക്കലി എക്സോസ്റ്റഡ് ആവും. നമ്മൾ ആകെ മൊത്തം കിളി പോവും. എൻ്റെ കിളിയൊക്കെ പോയിട്ടുണ്ടായി. ഞാൻ എന്താ പറയുക, ഞാൻ കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരിക്കും, എൻ്റെ വേണ്ടാത്ത കുറേ ചിന്തകൾ വരും, അങ്ങനെയൊക്കെ ഉണ്ടായി. താഴെ നിൻ്റെ അമ്മ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കുഞ്ഞാവ് എഴുന്നേറ്റെന്ന് തോന്നുന്നു. അപ്പോൾ അത് തന്നെയാണ് സംഭവം. ഓൾമോസ്റ്റ് ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു തോന്നുന്നു. ഇനി ഞാനിപ്പോൾ ഏകദേശം എത്ര മിനിറ്റായി, ഒരു 30 മിനിറ്റിനടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടാവും. അവൾ ഉറങ്ങി എഴുന്നേറ്റ് കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പോട്ടെ ഗൈസ്. അമ്മ വന്ന് ഒരു 2 മിനിറ്റ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ പോട്ടെ. കുഞ്ഞാവ് താഴെ നിന്ന് കരയാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ബൈ.